ഹായ് നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡ്രമ്മിൽ നട്ടിട്ടുള്ള പഴച്ചെടികളെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പഴച്ചെടികളൊക്കെ ഒരു വർഷം മുമ്പ് നമ്മൾ വീടിൻ്റെ മുറ്റത്ത് ഈ രീതിയിൽ ഡ്രമ്മിൽ നട്ട് വെച്ച ചെടികളായിരുന്നു. പക്ഷേ ഈ ചെടി നമുക്കിപ്പം അവിടെ നിന്ന് എടുത്ത് മാറ്റുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മളെ വീട്ടിൽ അധികം ആൾക്കാരില്ല, നമ്മൾ 2-3 പേരാണ് ഇതെടുത്ത് മാറ്റാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ അമ്മയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ അനിയനാണെങ്കിലും ഇത്രയും ഹെവി ആയിട്ടുള്ള പ്ലാന്റ് എടുത്തുയർത്താൻ കഴിയില്ലാത്തതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു ട്രിക്ക് ഇവിടെ പ്രയോഗിച്ചു. ഇപ്പോൾ നമുക്ക് ഒന്നുകിൽ അർബാന പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല പിടിക്കാൻ വേണ്ടി പറ്റുന്ന ആരോഗ്യമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 3 പേരൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മാറ്റാം. ഏതാണ്ട് 1 കിൻഡലിലധികം ഭാരമുള്ള ഡ്രമ്മാണ് ഓരോ ഡ്രമ്മും. അപ്പം ഈ റംബൂട്ടാൻ്റെ തൈ ആണെങ്കിലും അങ്ങനെ ചെറിയ ഡ്രമ്മുകളാണെങ്കിൽ വലിയ പ്രശ്നമില്ല, നമുക്ക് 2 പേർക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള വലിയ ഡ്രമ്മുകൾ അപ്പോൾ കൊണ്ടുപോകാൻ എനിക്കിത് മാറ്റി വെക്കുകയും വേണം. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചു, അങ്ങനെ ഇതിൻ്റെ 2 പിടികൾ ഇട്ടിട്ടുണ്ട്, കയറ് ഹോൾസ് ഇട്ടിട്ട് 2 പിടികൾ 2 സൈഡിലും ഇട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് 2 പേർക്ക് എടുത്തത് ഉയർത്താൻ കഴിയില്ല. പിന്നെ നമുക്കതിൻ്റെ ഇടയിലൂടെ വടിയിട്ടിട്ടോ അല്ലെങ്കിൽ കമ്പി ഇട്ടിട്ടോ ഒക്കെയാണ് എടുത്തുകൊണ്ട് പോകേണ്ടത്. പക്ഷേ അങ്ങനെ എടുത്ത് കൊണ്ടുപോകണമെങ്കിലും 2 പേരും നല്ല രീതിയിൽ എടുക്കുന്ന ആൾക്കാരായിരിക്കണം. അപ്പോൾ നമ്മൾ ഈ 3 പേരാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് മാറ്റവും വേണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെറിയൊരു കാറിൻ്റെ പഴയ ടയർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടയറിന് 3 ഹോൾ ഇട്ടിട്ട് അതിൽ കൂടെ കയർ ഇട്ട്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള കയറിട്ടു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ചെടി ഡ്രമ്മോട് കൂടി എടുത്തു വെച്ചു. അതിനുശേഷം ഈ ടയർ 2 പേര് ചേർന്ന് വലിക്കുന്നു, ഒരാൾ പുറകിൽ അത് വീഴാതെ സപ്പോർട്ട് ചെയ്യുന്നു. ചെറിയൊരു ഇറക്കവും നിരപ്പ് പോലെയുള്ള സ്ഥലങ്ങളിൽ നമുക്കിങ്ങനെ വലിച്ചുകൊണ്ട് പോകാം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ കാണുന്ന എല്ലാ ഡ്രമ്മുകളും, ഏതാണ്ട് എല്ലാം തന്നെ ഒരു കിൻഡൽ 1.5 കിൻഡലിനൊക്കെ മേലെ ഭാരമുള്ള ഡ്രമ്മാണ്. ഏതാണ്ട് നിറച്ചും മണ്ണുണ്ട്, പിന്നെ നനവും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭാരമുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഇത്രയും ഭാരമുള്ള ഈ ഒരു ഡ്രമ്മ് എങ്ങനെയാണ് ഇത് മാറ്റിയത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വേറെ ട്രിക്കൊന്നും അല്ല, ഇത് നമ്മുടെ കയ്യിൽ ഇതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ടയർ ഉപയോഗിച്ച് ടയറിന് കയർ കെട്ടിയിട്ട് ഇതേപോലെ വലിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മൾ 3 സ്ഥലത്തായിട്ട് ഹോൾ ഇട്ടു. അപ്പോൾ 1 സെൻറ്ററിലും പിന്നെ 2 സൈഡിലുമായിട്ട്. എന്നിട്ട് ഈ 3 കൂടെ കണക്ട് ചെയ്തിട്ട് ഫ്രണ്ടിൽ 2 സൈഡിലേക്ക് കൂടി ഈ കയറ് പുറത്തേക്കെടുത്ത് 2 പേര് ചേർന്ന് വലിക്കുന്നു. ഒരാൾ ഇതിൻ്റെ മുകളിൽ നിന്ന് വീഴാതെ ഒന്ന് ശ്രദ്ധിക്കുകയാണ് ഒരാൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ എല്ലാ ഡ്രമ്മിൽ നട്ടിട്ടുള്ള എല്ലാ ചെടികളും ഇങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഇങ്ങനെ ആയിട്ട് പോലും അത്യാവശ്യം നല്ല പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ 3 പേരും കൂടി ഇങ്ങനെ വലിച്ച് നമ്മളിങ്ങനെ ഇവിടെ എത്തിച്ചു എല്ലാ ഡ്രമ്മും. അപ്പോൾ ഇതിൽ നമുക്ക് അർബാന പോലെയുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്നാൽ തന്നെ അതിലേക്ക് ഇത് പ്രോപ്പറായിട്ട് എടുത്ത് വെക്കാനും കഴിയില്ല. വലിയ അർബാനയാണെങ്കിൽ പോലും പ്രോപ്പറായിട്ട് എടുത്ത് വെക്കാൻ കഴിയില്ല. ഏറ്റവും നല്ലത് 3-4 പേര് ചേർന്ന് ഒരുവിധം എടുത്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ കുറച്ച് ദൂരത്തേക്ക് നമ്മൾ എടുത്ത് കൊണ്ടുപോകൽ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രീതിയിൽ വലിച്ചുകൊണ്ട് പോയത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാം, വീഡിയോയിൽ കാണാം, അടിയിലൊരു ടയറുണ്ട്. ടയറിന് 2 കയർ കെട്ടിയിട്ടാണ് ഞങ്ങളിത് വലിച്ചുകൊണ്ട്. അപ്പോൾ നമുക്ക് ചെടിക്ക് വേറെ വലിയ പ്രയാസങ്ങളൊന്നും വരില്ല. അപ്പോൾ നമ്മൾ അല്ലാതെ ചെരിച്ചും മറിച്ചൊക്കെ ഇടുമ്പോൾ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ നമുക്ക് കാറിൽ കയറ്റി കൊണ്ടുവരാൻ പറ്റില്ല, കാരണം ഹൈറ്റ് ഉണ്ട് ചെടിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രീതിയിൽ ചെയ്തത്. നമ്മൾ ഈ വലിച്ചു കൊണ്ടുവന്നതിൽ ഏറ്റവും പ്രയാസമുള്ളത് നമ്മൾ പ്ലാവായിരുന്നു. പ്ലാവിന് ചെടിക്കും അത്യാവശ്യം വലിപ്പമുണ്ട്, അതിന് മണ്ണും കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഏറ്റവും പ്രയാസമുള്ളത്. പിന്നെ ഈ റംബൂട്ടാനും അതുപോലെ ചക്കരക്കുട്ടി മാവ് അതൊക്കെയായിരുന്നു കുറച്ച് ഹെവി ആയിട്ടുള്ള പ്ലാന്റ്സ്. ബാക്കിയുള്ളതും ചെറിയ ഡ്രമ്മുകളൊന്നും നമുക്ക് 2 പേർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മളിത് ഇങ്ങോട്ട് മാറ്റാനുള്ള കാരണം, ഒന്നാമത് ഇവിടെ നല്ല വെയിൽ ലഭിക്കുന്ന ഒരു ഏരിയയാണ്. പിന്നെ മുറ്റത്ത് അധികം സ്ഥലമില്ല, അത്യാവശ്യം വാഹനം തിരിക്കാനോ അതിനുള്ളൊരു സൗകര്യം കുറവായതുകൊണ്ടാണ് ഫ്രണ്ടിലേക്ക് മാറ്റിയത്. പിന്നെ കുറേ ചെടികൾ നമ്മൾ വീടിൻ്റെ പിറകുവശത്തായിരുന്നു. പിറകുവശത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഉച്ച വരെയുള്ള വെയിൽ ലഭിക്കില്ല, ഉച്ചയ്ക്ക് ശേഷമാണ് വീടിൻ്റെ ഒരു മറവുള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാന്റെല്ലാം എടുത്ത് ഫ്രണ്ടിലേക്ക്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ചെടികൾക്കെല്ലാം നല്ല വെയിൽ അത്യാവശ്യമുള്ള ചെടികളാണ് കൂടുതലും. നമുക്ക് ഈ ഡ്രമ്മിൻ്റെ അടിയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന വീലുകൾ ലഭ്യമാണ്, ഓൺലൈനിൽ ലഭ്യമാണ്. അപ്പോൾ ആ വീലുകൾ നമുക്ക് ഡ്രമ്മിൻ്റെ അടിയിൽ സ്ക്രൂ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രം ഈസി ആയിട്ട് മൂവ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം, നമുക്ക് അത് ഒരു ഇൻ്റർലോക്ക് ചെയ്ത ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കൊക്കെ ആണെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ ടാറിട്ട റോഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകും. പക്ഷേ ഇങ്ങനെ ഗട്ടറൊക്കെ ഉള്ള സ്ഥലത്ത് അത് കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.